ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് എൻ.ഡി.എ സ്ഥാനാർത്ഥി ഡോക്ടർ ടി.എൻ. സരസു. ഇടതു വലത് നേതാക്കളുടെ അഴിമതിയും പരാജയങ്ങളും തുറന്നുകാട്ടിയാണ് ടീച്ചറുടെ പ്രചരണം. മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉൾപ്പെടെ വൈകിയത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടില്ലെന്ന് ഡോക്ടർ ടി.എൻ. സരസു അമൃത വാർത്തകളോട് പറഞ്ഞു. ആലത്തൂർ മണ്ഡലത്തിൽ എൻ.ഡി.എയുടെ സർപ്രൈസ് സ്ഥാനാർത്ഥി ഡോക്ടർ ടി.എൻ. സരസു. ടീച്ചർ നമസ്കാരം. ഒരുപാട് വിഷയങ്ങൾ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ ടീച്ചർക്ക് പ്രത്യേകിച്ച് വയ്ക്കാനുണ്ട്. ടീച്ചർക്കെതിരായിട്ട് കോളേജിൽ നടന്നിട്ടുള്ള SFIയുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രശ്നങ്ങൾ, മണ്ഡലത്തിലെ മറ്റ് പ്രശ്നങ്ങൾ, ജനങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടുന്ന പ്രതികരണങ്ങൾ സർപ്രൈസിംഗ് ആണ്. ഇത്രയും പ്രതികരണം നല്ല രീതിയിൽ എനിക്ക് അനുകൂലമായിട്ടുള്ള പ്രതികരണങ്ങൾ ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് ഏതാണ്ട് 100% ഞാൻ ജയിക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പായി കഴിഞ്ഞു. എൻ്റെ രണ്ടാമത്തെ ദിവസമല്ല, ആദ്യത്തെ ദിവസം തന്നെ എനിക്കത് അനുഭവപ്പെട്ട് തുടങ്ങിയ ഒരു കാര്യമാണ്. അപ്പോൾ ആൾക്കാർ മറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. കാരണം ഈ രണ്ട് കൂട്ടർ ഇവിടെ ഭരിച്ച് കുട്ടിച്ചോറാക്കിയ ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ ആൾക്കാർക്ക് ബുദ്ധിയും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളവരാണ്. അവർ മറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം കേന്ദ്രം ഭരിക്കാൻ പോകുന്നത് മോദിജി തന്നെയാണ്. മോദിജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പൈസ ഉണ്ടാക്കി തിന്നണമെന്നല്ല ആഗ്രഹമുള്ള ആളല്ലല്ലോ. പക്ഷേ ഇവിടെയുള്ളവർക്ക് അത് മാത്രമേ ഉള്ളൂ ആഗ്രഹം. അത് നമ്മൾ കാണുന്നുണ്ട്. അവരിതാ തീറ്റയാത്രയൊക്കെ നടത്തിയില്ലേ, എത്ര കോടികൾ ചിലവൊക്കെ. അന്നേരം കാശിനൊരു കുറവുണ്ടായിരുന്നില്ല. പക്ഷേ പാവങ്ങൾക്കൊരു സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കാൻ കാശില്ല, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കാശ് കൊടുക്കാനില്ല, പെൻഷൻ പറ്റിയവർക്ക് പെൻഷൻ കൊടുക്കാനില്ല. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകണോ ഇനിയും? അപ്പോൾ ഇതൊക്കെ ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പ്രതികരണം ഞാൻ നന്നായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അടുത്ത് നിങ്ങൾക്കറിയാമല്ലോ മോദിജി എന്താ ചോദിച്ചേ, MP ആയിട്ട് വന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതാണ് ചോദിച്ചത്. അല്ല MP ആയിട്ട് വരുമോ, പ്രതീക്ഷയുണ്ടോ എന്നൊന്നും അല്ല ചോദിച്ചേ. അദ്ദേഹം ആണ് എന്നെ ഈ മണ്ഡലത്തിലേക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം സെലക്ട് ചെയ്തിട്ടുള്ള ആളാണ്. എന്നിൽ വിശ്വാസമുണ്ട്, പ്രതീക്ഷയുണ്ടെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. മോദിക്ക് ഗ്യാരണ്ടി എൻ്റെ ഒപ്പമുണ്ട്. ആ ഗ്യാരണ്ടി പ്രകാരം നമ്മുടെ ആലത്തൂരെന്ന് പറഞ്ഞു, ഇപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ ഇത് വികസിപ്പിക്കാൻ നടക്കുകയാണ്. ഇപ്പോൾ ഒരാളുടെ പോസ്റ്റർ കണ്ടു, ആലത്തൂരിൻ്റെ വികസനത്തിന് എത്ര അവസരങ്ങൾ കിട്ടി, വികസിപ്പിച്ചോ. എന്ത് വികസനമാണ്? ഇപ്പോൾ എത്രയോ ആൾക്കാർ പോയ സ്ഥലത്തൊക്കെ എന്തോരം കംപ്ലൈൻറ്റുകൾ എന്നോട് പറഞ്ഞെന്നറിയാമോ ആൾക്കാർ. ഇവിടം പാലക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ നെല്ലറയാണ്. ഇവിടെ ഇപ്പോൾ കൃഷി ചെയ്യാൻ പറ്റുന്നില്ല, നെല്ല് വാങ്ങിക്കുന്നില്ല, അതിൻ്റെ പൈസ കിട്ടുന്നില്ല, കൃഷി ചെയ്യാൻ വെള്ളമില്ല. അങ്ങനെ എന്തോരം പ്രശ്നങ്ങൾ, എല്ലാം നമുക്ക് പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ഒരുപാട് പ്രശ്നങ്ങളാണ് ആൾക്കാർ എൻ്റെ അടുത്ത് പറയുന്നത്. പിന്നെ ഈ നെന്മാറയും പാലക്കാടും ആലത്തൂർ ഭാഗത്തൊക്കെ വിക്ടോറിയ കോളേജിൽ പഠിച്ച ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്, ഞാൻ പഠിപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്, എൻ്റെ NCC കേഡറ്റ്സായി ഇരുന്നിട്ടുള്ളവരുണ്ട്. അവർക്ക് പലർക്കും പട്ടാളം, പോലീസൊക്കെ അങ്ങനെ ജോലി കിട്ടി പോയിട്ടുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരോടൊക്കെയും കൂടെ ഞാൻ ഈ സമയത്ത് ഒരു അഭ്യർത്ഥന വെക്കുകയാണ്. എനിക്ക് വോട്ട് ചെയ്ത് എന്നെ ജയിപ്പിച്ച് നമ്മുടെ ഈ മണ്ഡലത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് അവരോടെല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നത്, എന്നെ വിജയിപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ അവരെല്ലാവരും ചെയ്യണം. അവരുടെ രാഷ്ട്രീയം എന്തും ആയിക്കോട്ടെ, എൻ്റെ കോളേജിന് എനിക്ക് വിശ്വാസമുണ്ട്. എൻ്റെ സ്വന്തം വീട് പോലെ കരുതി എൻ്റെ കോളേജിന് എനിക്ക് വിശ്വാസമുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഞാൻ ചെയ്തിട്ടുള്ള ഒരാളാണ്. എനിക്കാണ് അവർ കുഴിമാടം ഉണ്ടാക്കി തന്നത്. നിങ്ങൾ പറയൂ, ഞാൻ സങ്കടപ്പെടാതിരിക്കുമോ, എനിക്ക് കരച്ചിൽ വരാതിരിക്കുമോ? ഞാൻ കരഞ്ഞുകൊണ്ട് പോയി. പക്ഷേ അതെൻ്റെ ആത്മവിശ്വാസം തകർത്തിട്ടോ അതൊന്നും അല്ല. വിക്ടോറിയ കോളേജ് എന്ന് പറയുന്നത് പാലക്കാട്ടുകാരുടെ ഒരു വികാരമാണ്. അപ്പോൾ ആ വികാരത്തിനും, അതുപോലെ ആ കോളേജ് നമ്മുടെ കേരളത്തിലെ നമ്പർ 1 കോളേജിലൊന്നാണ്. അതിനേറ്റ അപമാനമെന്ന് പറയുന്നത് എനിക്കല്ല അപമാനം ഉണ്ടായത്, അത് വിക്ടോറിയ കോളേജിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായ ഒരു ബാഡ് റിമാർക്കാണ്, ഒരു കറുത്ത പാടാണ്. അപ്പോൾ എന്നെ വിജയിപ്പിക്കുമ്പോൾ അതിനും ഒരു മാറ്റം വരും. അതുകൊണ്ട് ഈ മണ്ഡലത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് എനിക്കൊരവസരം തരാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ടീച്ചർ ഒരു കാര്യം കൂടെ, പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ച് പിന്തുണ അർപ്പിച്ചിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ടീച്ചർ പ്രധാനമന്ത്രിക്ക് മുന്നിൽ വെച്ചൊരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കരുവന്നൂർ സഹകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടക്കുന്ന കൊള്ള. അതിൽ പ്രധാനമന്ത്രി ഉറപ്പ് നൽകി പാവങ്ങളുടെ പണം തിരികെ നൽകും. അപ്പോൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ലഭിച്ച ആ ഒരു പിന്തുണയെ ടീച്ചർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കരുവന്നൂർ മാത്രമല്ലല്ലോ ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ഒരുപാട് ബാങ്കുകൾ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. നമ്മൾ കൂടുതൽ വാർത്തകൾ വന്നിട്ടുള്ളത് കരുവന്നൂർ മാത്രമാണ്. പക്ഷേ പല ദിവസങ്ങളിൽ ഈ പല സ്ഥലത്തും ഈ തട്ടിപ്പ് നടത്തിയതിൻ്റെ വാർത്തകളുണ്ട്. അപ്പോൾ ആ ബാങ്കുകളുടെയൊക്കെ അഡ്മിനിസ്ട്രേഷനിൽ ഇരുന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഭയങ്കര കോടീശ്വരന്മാരായി. പലർക്കും ചികിത്സിക്കാൻ പൈസ ഇല്ലാതെ എത്ര പേര് മരിച്ചു അല്ലേ, കാശ് കൊടുക്കാനില്ലാന്ന്. കാശൊക്കെ അവർ കൊണ്ടുപോയി, അവർ തിന്നു, അവർ കോടീശ്വരന്മാരായി. അവരൊക്കെ ആ വീടിന് മുറ്റത്ത് കിടക്കുന്ന വണ്ടികളൊക്കെ എത്ര എണ്ണമാണ്. ഇത് ഓരോരുത്തർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്. ഒരല്പമെങ്കിലും മനസാക്ഷിയുള്ളവരായിരുന്നു അവർ. ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? ഒരാൾക്ക് രോഗം വന്നാലെങ്കിലും കുറച്ച് പൈസ തിരിച്ചു കൊടുക്കണ്ടായിരുന്നു, അയാൾ രക്ഷപ്പെടാനെങ്കിലും ചികിത്സിക്കാനെങ്കിലും. ഇതൊന്നും ചെയ്യാതെ ഈ കരുവന്നൂരിലെ മാത്രമല്ല,
കേരളത്തിൽ ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ള എല്ലാ ബാങ്കിലും എല്ലാവരുടെയും പൈസ തിരിച്ചു കൊടുക്കും. വേറെ എന്തെങ്കിലും പ്രോപ്പർട്ടി അങ്ങോട്ട് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം തിരിച്ചു കൊടുക്കുമെന്ന് മോദിജി പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം 100% ചെയ്യുമെന്ന് ഞാൻ ഉറച്ചും വിശ്വസിക്കുന്നുണ്ട്. അത് ചെയ്തിരിക്കും. പ്രധാനമന്ത്രി ഫോൺ വിളിച്ചു, അതിൽ ടീച്ചർക്ക് എന്താണെന്ന് ആ സമയത്ത് തോന്നിയത്? അയ്യോ, എനിക്ക് എന്താ തോന്നുക, എനിക്ക് ഭയങ്കര എക്സൈറ്റഡായി ഞാൻ. കാരണം വളരെ അപ്രതീക്ഷിതമായിട്ട് വന്നതാണ്. കേരളത്തിലെ ഒരേ ഒരു സ്ഥാനാർത്ഥിയെ വിളിച്ച് എന്നെ മാത്രമാണ്, വേറെ ആരും വിളിച്ചിട്ടില്ല. അപ്പോൾ അത് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അദ്ദേഹത്തോട് ആദ്യം തന്നെ എന്നോട് മലയാളത്തിലാണ് ചോദിച്ചത്, സരസൂജി സുഖമാണോ? സുഖമാണ് സർ, എനിക്കിതൊരു ബ്ലെസ്ഡ് ഡേ ആണ് അങ്ങോട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റിയതിൽ. ഞാൻ കഴിഞ്ഞ 8 വർഷമായിട്ട് കാത്തിരിക്കുന്ന ഒരു അവസരമായിരുന്നു അങ്ങേ ഒന്ന് കാണാനായിട്ട് എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എനിക്ക് ഭയങ്കര എക്സൈറ്റഡായി. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു, സംസാരിച്ചു വളരെ നല്ല രീതിയിൽ. നിങ്ങളെല്ലാവരും കേട്ടതാണ് അതൊക്കെ. അപ്പോൾ അത് എനിക്ക് വളരെ ആത്മവിശ്വാസം തന്നിട്ടുള്ള ഒരു സംസാരമായിരുന്നു. ലാസ്റ്റ് ആയിട്ടൊരു ചോദ്യം കൂടെ. നിലവിൽ നമ്മൾ വൈകിയാണ് സ്ഥാനാർത്ഥിത്വം ഉണ്ടായത്. മറ്റ് 2 സ്ഥാനാർത്ഥികൾ മുൻപേ പ്രചരണങ്ങൾ ആരംഭിച്ചിരുന്നു. അതിലെന്തെങ്കിലും പോരായ്മകൾ നമുക്ക് ഉണ്ടാകുമോ, അല്ലെങ്കിൽ അത് നിർത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? അതിന് ഒരു പോരായ്മ ഉണ്ടാകത്തില്ല. കാരണം ഞങ്ങൾ വളരെ തുടങ്ങിയ ദിവസം മുതൽ തന്നെ ഞങ്ങളുടെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. എൻ്റെ പ്രവർത്തകരെല്ലാവരും തന്നെ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ്. അതുമാത്രമല്ല, നമ്മൾ അതിനകത്ത് എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? ഈ പറഞ്ഞ 2 ആൾക്കാർ ഇവിടെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല എന്ന് എല്ലാവർക്കും അറിയില്ലേ. ഇനി ഞാനെന്തിനാണ് പേടിക്കുന്നത്? അപ്പോൾ എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്യണം, ഇവിടുത്തെ എല്ലാ ജനങ്ങളുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം. പക്ഷെ അതിന് ഞാൻ പോയാലേ പറ്റുള്ളൂ. ഞാൻ ജയിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മണ്ഡലത്തിലുള്ള എല്ലാ വീടുകളിലും ഞാൻ പോകും. എൻ്റെ നന്ദിയും സ്നേഹവും, എന്നെ ജയിപ്പിച്ചു വിട്ട് എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കാനായിട്ട് എല്ലാ വീടുകളിലും ഞാൻ പോകും. അതുമാത്രമല്ല, അവരുടെയൊക്കെ പ്രശ്നങ്ങൾ അറിയാൻ, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഞാൻ വന്നിരിക്കും. അത് സരസുവിൻ്റെ വാക്കാണ്. മോദിയുടെ ഗ്യാരണ്ടിയിൽ നിന്നുകൊണ്ടുള്ള സരസുവിൻ്റെ വാക്കാണ്. ഞാൻ വിക്ടോറിയ കോളേജിലെ റിട്ടയർഡ് പ്രിൻസിപ്പൽ ആണെങ്കിൽ ഞാനത് ചെയ്തിരിക്കും. തീർച്ചയായിട്ടും വളരെ നന്ദി ടീച്ചർ, വളരെ നന്ദി നമ്മളോട് പ്രതികരിച്ചതിന്. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ആലത്തൂർ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി. മറ്റ് 2 ജനപ്രതിനിധികളുടെയും പരാജയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ടീച്ചറുടെ പ്രചരണം വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അനുരാഗിനൊപ്പം ഗോകുൽ രമേശ്, അമൃത ന്യൂസ്, പാലക്കാട്.